ഈ ഒരു അപ്പത്തുണ്ടിൻ്റെയും ഒരു കോപ്പ വീഞ്ഞിൻ്റെയും രൂപത്തിൽ നമ്മുടെ ചരിത്രത്തിലേക്ക് വർത്തമാനകാലത്തിലേക്ക് കടന്നു വരുന്ന ആ മെമ്മറിയുടെ കഥ കൂടിയാണ് ഈ കുർബാന എന്ന് പറയുന്നത്. ആരുമില്ല എന്നൊരു തോന്നലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതിന് കുർബാനയോളം വലിയൊരു ശമനമോ പരിഹാരമോ ഇല്ല. കോടിക്കണക്കിന് മനുഷ്യർ ഏതൊക്കെയോ രീതിയിൽ ഊർജം സ്വീകരിക്കുന്ന ആ വലിയ സ്രോതസ്സിൻ്റെ ഇടമാണ് ഈ കുർബാന എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ആ ഓർമ്മകളുടെ വലിയൊരു വിമലീകരണം, സൗഖ്യം ഈ കുർബാനയിലൂടെ സംഭവിക്കുന്നുണ്ട്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. ഈ വാരത്തിലാണ് കുർബാനയുടെ തിരുനാൾ വരുന്നത്. ട്രിനിറ്റി സൺഡേക്ക് ശേഷം വരുന്ന വ്യാഴാഴ്ച. കുറച്ചുകൂടി ഒരു പക്ഷേ സമുചിതമായിട്ട് ആചരിക്കാനായിട്ട് അതിനെ ഞായറാഴ്ചയിലേക്ക് മാറ്റിവെക്കുന്ന രീതിയുമുണ്ട്. ക്രിസ്തീയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു നിലനിൽപ്പിൻ്റെ ന്യൂക്ലിയസാണ് കുർബാന എന്ന് പറയുന്നത്. അവിടെ തിരിച്ചരി രക്തങ്ങളുടെ ഓർമ്മയാണത്. ഒരു മെമ്മറി ബാങ്കാണ് എല്ലാ അർത്ഥത്തിലും. ഭൗതികമായ അർത്ഥത്തിൽ പോലും നമ്മളതിനെ ശരിവെക്കേണ്ടതുണ്ട്. നമ്മുടെ കൈവശമുള്ള, നമ്മുടെ ഭവനത്തിലുള്ള ഏറ്റവും പഴക്കമുള്ളൊരു കാര്യത്തിന് എത്ര വർഷം ആയിരിക്കും നിങ്ങൾ പഴമ പറയുന്നത്? ഒരു പക്ഷേ ഒരു ആൻറ്റി ക്ലോക്ക് ഉണ്ടാവാം, ഒരു പള്ളിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പഴയ പിയാനോ ഉണ്ടാവാം. കയ്യിലുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് നിന്ന് നമ്മുടെ ഉമ്മറത്തേക്കോ സ്വീകരണ മുറിയിലേക്കോ ഒക്കെ പ്രവേശിക്കുന്നുള്ളൂ. ഒരു 12,000 വർഷം എന്ന് പറയുന്ന ഒരു കാലം ഈ ഒരു അപ്പത്തുണ്ടിൻ്റെയും ഒരു കോപ്പ വീഞ്ഞിൻ്റെയും രൂപത്തിൽ നമ്മുടെ ചരിത്രത്തിലേക്ക് വർത്തമാനകാലത്തിലേക്ക് കടന്നു വരുന്ന ആ മെമ്മറിയുടെ കഥ കൂടിയാണ് ഈ കുർബാന എന്ന് പറയുന്നത്. ഒരു പെസഹ അത്താഴത്തിന് ശേഷം ഇതിന് ഒരിക്കലും ഒരു ബ്രേക്ക് ഉണ്ടായിട്ടില്ല, അതിൻ്റെ ഇഴ പൊട്ടിയിട്ടില്ല. നമ്മൾ പറയുന്ന കണക്കൊരു നൈരന്തര്യം എന്ന് പറയുന്നൊരു ഘടകമുണ്ടായിരുന്നു, കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. മനുഷ്യൻ സങ്കല്പിക്കാവുന്ന എല്ലാ ഇടങ്ങളിലും എല്ലാ രീതിയിലും ഈ കുർബാന ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവത്താഴത്തിൻ്റെ സ്വഭാവത്തിലായിരുന്നു ഇത് ആരംഭിക്കുന്നത്. പൗലോസൊക്കെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചില ആദ്യ ഒരു ദശകങ്ങളിൽ തന്നെ ഇതൊരു സേക്രഡ്, പവിത്രമായൊരു എക്സ്പീരിയൻസ്, ഒരു അനുഭവമൊക്കെ ആയിട്ട് മാറി. പിന്നെ അതിനകത്തേക്ക് ഇങ്ങനെ ചില പാളിച്ചകളൊക്കെ വരുമ്പോൾ പൗലോസിനെ കുറിച്ച് കുറ്റപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ചിലർ ഒത്തിരി ഭക്ഷിച്ചിട്ട് ഇവിടെ വരുന്നു, അപ്പോൾ കുർബാനയൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു സമ്മതം എന്ന് പറയുന്ന സങ്കല്പം നടക്കുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ആരോപണങ്ങൾ കടക്കുന്നുണ്ട്. പതുക്കെ അതിനൊരു കൂതാശിര സ്വഭാവത്തിലേക്ക് ഇങ്ങനെ മാറുകയായിരുന്നു. 2-ാം നൂറ്റാണ്ടിൽ കുറച്ചൊരു അതിനൊരു തുടർച്ചയ്ക്കൊക്കെ ചില ഭംഗമുണ്ടായെന്നൊക്കെ ഉള്ള ചില പഠനങ്ങളുണ്ട്. ആ ഒരു കാലം ഒഴിവാക്കി കഴിഞ്ഞെന്നാൽ 12,000 വർഷങ്ങളായിട്ട് ഓരോ ഇടങ്ങളിലും ഏതൊക്കെയോ അറിയാത്ത ഭാഷകളിൽ ഈ ഒരു അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും വാഴ്ത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ തന്നെ വളരെ പ്രഷ്യസായ ഒരു ഓർമ്മയാണ്. ഓർമ്മകൾക്ക് എപ്പോഴും 2 തലമുണ്ട്. ഒന്ന് ഓർമ്മ, മധുരമുള്ള ഓർമ്മയും കയ്പുള്ള ഓർമ്മകളും. ഗുളി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നദിയുണ്ട് നമുക്ക്. ഗംഗയുടെ തന്നെ കൈനദിയായിട്ടാണ് നമ്മളതിനെ കരുതുന്നത്. ബംഗാളിലാണത്. അപ്പം അതിൻ്റെ ഒരു തീരത്ത് നിൽക്കുമ്പോൾ കടത്തുകാരൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ നദിയുടെ 2 ഇടങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ളം കോരിയെടുക്കുമ്പോൾ 2 രുചിയാണ്. പരീക്ഷ നോക്കിയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷെ അതിനകത്തൊരു കവിതയുണ്ട്. ഒരേ നദിയിൽ നിന്ന് ഒരു കൈക്കുമ്പോൾ വെള്ളം എടുക്കുമ്പോൾ അത് കയ്ക്കുന്നു, വേറെ കൈക്കുമ്പോൾ വെള്ളമെടുക്കുമ്പോൾ അത് മധുരിക്കുന്നൊക്കെ ഉള്ളത് പ്രായോഗികമായ അർത്ഥത്തിലോ യാഥാർത്ഥ്യമായ ഒരു കഥയെന്ന നിലയിലൊക്കെ എടുക്കുന്നതിനേക്കാൾ പോയട്രിയുള്ള ഒരു അനുഭവമായിട്ട് എടുത്താൽ നല്ല.
മെമ്മറി ഇങ്ങനൊരു പുഴ, അത് നമുക്ക് കയ്പും തരുന്നുണ്ട്, മധുരവും തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മെമ്മറിയാണ് വാസ്തവത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഊർജം. കുർബാന എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഈ ഓർമ്മയുടെ കൂദാശയാണ്. ഓർമ്മകളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുള്ളതാണ് മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പാളിച്ച. ഒരു അടുപ്പം പോലും ഇങ്ങനെ പതുക്കെ പതുക്കെ ദുർബലമായി പോകുന്നത് ആ ഓർമ്മകളുടെ ഒരു ന്യൂക്ലിയസ് നമ്മൾ അകന്നു പോകുന്നുണ്ട്. മെമ്മറികളെ തിരിച്ചു പിടിക്കുക എന്നുള്ള പ്രധാനം. നമ്മുടെ ഓർമ്മകൾക്ക് ഒരു വിമലീകരണം ആവശ്യമുണ്ട്. കുർബാന നമ്മളെ സഹായിക്കുന്നത് ഈ ഓർമ്മകളുടെ വിമലീകരണത്തിന് വേണ്ടിയാണ്. വല്ലാതെ ലോകത്തെ ബുദ്ധിമുട്ടിലാക്കിയ ഒരു പുസ്തകമുണ്ട്. ഒരു അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരി പെട്ടെന്നൊരു ദിവസം തൻ്റെ പിതാവ് തൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ദുരുപയോഗിക്കുന്ന രീതിയിൽ ഒരു കാര്യം ഇങ്ങനെ എഴുതി വെക്കുക. അതോടുകൂടി ആ കുടുംബം അങ്ങോട്ട് ശിഥിലമാവുകയാണ്. അയാളുടെ ഒരു ഇന്നസെൻസിന് മീതെ വലിയ തർക്കങ്ങളും ഇങ്ങനെ അപവാദങ്ങളും അപമാനങ്ങളൊക്കെ സംഭവിക്കുന്നു. വലിയൊരു കുടുംബവിഷം ഇങ്ങനെ നെടുകെ ഛേദിക്കപ്പെടുന്നു. മൈ ലൈ ട്രൂ സ്റ്റോറി ഓഫ് എ ഫോൾസ് മെമ്മറി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എൻ്റെ നുണ, ഒരു തെറ്റായ ഓർമ്മയുടെ വളരെ ട്രൂ ആയിട്ടുള്ള കഥ എന്നാണ് പറയുന്നത്. ഒരു 20 വർഷങ്ങൾക്ക് ശേഷം, ഇത് 1988 ആണെന്ന് തോന്നുന്നു ഈ പുസ്തകം വരുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം അവരതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതൊരു ഫോൾസ് മെമ്മറിയാണെന്നാണ് അവർക്ക് മനസ്സിലാവുന്നത്. അതോടുകൂടി ഇവരതിനെ കൺഫസ് ചെയ്ത് എഴുതാനും മാപ്പ് പറയാനും ഈ അകന്നുപോയ കണ്ണുകളെ തിരിച്ചു പിടിക്കാനുമൊക്കെ ശ്രമിക്കുമ്പോഴേക്കും കാര്യങ്ങൾ വൈകിയിട്ടുണ്ട്. അങ്ങനെ അപമാനിതനായി ജീവിക്കേണ്ടി വന്ന ഈ മനുഷ്യന് അച്ഛനധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇത് ആ സ്ത്രീക്ക് പറ്റുന്ന ഒരു മെമ്മറിയുമായി ബന്ധപ്പെട്ട ഒരു ദുരന്താവാസത്തിൽ നമ്മൾ നമ്മുടെ മെമ്മറികളെ എപ്പോഴും ശരിയായിട്ട് ഗണിക്കാറുണ്ട്. മെമ്മറി ഇങ്ങനെ ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില മെമ്മറികൾ കൂടിയുണ്ട്. ഈ ടെലഫോൺ ഗെയിം എന്ന് പറയുന്നൊരു കളി ഈ ഗ്രൂപ്പ് ഗെയിംസിലൊക്കെ പണ്ട് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. നിങ്ങൾ ഒരാളുടെ ഒരു കാര്യം പറയുക, രണ്ടാമത്തെ ആളോട് ആ കാര്യം ഈ കേട്ടയാൾ പറയുമ്പോഴേക്കും കാര്യങ്ങൾക്കകത്ത് കുറച്ചുകൂടി മാറ്റം വരുന്നു. ഒരു 20 പേര് കഴിയുമ്പോഴേക്കും ഈ സ്റ്റോറി മാറുകയും എന്നാൽ ഈ കേട്ടവരൊക്കെ അതാണ് ശരിയായ സ്റ്റോറി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആരും ആരെയും ബുദ്ധിമുട്ടിലാക്കാനോ ആരും ആരെയും അപമാനിക്കാൻ വേണ്ടിയൊന്നും അല്ലേ കഥകൾ എഴുതുന്നത്. നമ്മൾ മെമ്മറിക്ക് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ കണ്ടക്ടർ ടിക്കറ്റ് ബാക്കി തന്നിട്ട് നമ്മുടെ ഇങ്ങനെ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് തൊട്ടിട്ട് പറയുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇത്രയും ഈ കാര്യത്തിനകത്ത് ഇത്രയും ഒരു ഗൗരവമായിട്ട് കാര്യങ്ങൾ എന്തിനാണ് പറയുന്നത്. ഒരു 3 മണിക്കൂർ യാത്ര കഴിയുമ്പോഴേക്കും നമ്മൾക്ക് ബാലൻസ് കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ മെമ്മറിയിൽ നിന്ന് പോയിട്ടുണ്ട്. മനുഷ്യ അവരുടെ ഓർമ്മകൾക്കകത്ത് വലിയ ധൈര്യവും ഹുങ്കുമൊക്കെ പറയുന്നുണ്ട്. ഓർമ്മകൾ ഫോൾസ് ആവാം, ഓർമ്മകൾ ഭാവനയുടെ സൃഷ്ടിയാവാം, ഓർമ്മകൾ നമ്മുടെ പരിസരത്തുനിന്ന് അരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് വീണവയാവാം. വലിയ പ്രശ്നമുള്ളൊരു മേഖലയാണ് ഈ പറഞ്ഞ ഓർമ്മയെന്ന് പറയുന്നത്. 2 വർഷം മുമ്പ് ഈ കുർബാനയുടെ തിരുനാളിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കോവിഡിൻ്റെ സമയം വളരെ കുറച്ച് പേര് മാത്രം അറ്റൻഡ് ചെയ്തിരുന്ന ഒരു കുർബാനയിൽ മാസ്കൊക്കെ വെച്ച് ഈ അകലങ്ങളിലിരുന്നൊരു കാലത്ത് ഹോളി ഫാദർ പറഞ്ഞൊരു കാര്യം ഈ മെമ്മറിയുടെ ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആ കുർബാനയെ ഒന്ന് റീവിസിറ്റ് ചെയ്യാനുള്ള. കുർബാന ഇങ്ങനെ ആ മെമ്മറികളുടെ ഓർമ്മകളെ മെമ്മറിയെ കുറച്ചുകൂടി ഇങ്ങനെ പവിത്രമാക്കാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. ഒരു 3 ലെവലിലായിട്ടാണ് അദ്ദേഹം ആ മെമ്മറിയെക്കുറിച്ച് പറയുന്നത്. ഒന്നിങ്ങനെ ഓഫണ്ട് മെമ്മറി എന്ന് പറയുന്ന സംഭവമുണ്ട്.
പിന്നെ ഇങ്ങനെ ക്ലോസ്ഡ് മെമ്മറി ഉണ്ട്, നെഗറ്റീവ് മെമ്മറി ഉണ്ട്. നമുക്കറിയാം, വളരെ ചുരുക്കത്തിൽ കാര്യങ്ങൾ പറയുകയും വളരെ ഹൃദ്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ടേക്ക് അവേ തരികയും ചെയ്യുന്ന സന്ദേശങ്ങളാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. ഈ ഒരു 3 തരം മെമ്മറികളും വാസ്തവത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ഈ ഓഫൺ മെമ്മറി എന്ന് പറയുന്ന സംഭവമുണ്ട്. നമുക്കൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് നമ്മൾക്കർഹമായ സ്നേഹം നമ്മളിൽ നിഷേധിക്കുകയോ കവർന്നെടുക്കുകയോ ഒക്കെ ചെയ്തു എന്നുള്ള തോന്നൽ ചില വ്യക്തികളെക്കുറിച്ചുണ്ട്. ഒരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഈ പറഞ്ഞ ഒരു മദർലെസ് ചൈൽഡ് എന്നൊക്കെ പറഞ്ഞൊരു ഈ ഗായകരൊക്കെ പാടുന്ന കണക്കൊരു സംഭവം ഇങ്ങനെ എല്ലാ മനുഷ്യരും കൊണ്ടു നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ വെച്ച് ചിലപ്പോൾ അതൊരു ജെനുവിനായ ഒരു സംഭവം പോലും ആയിരിക്കണമെന്നില്ല. നമ്മുടെ തോന്നലുകളോ സങ്കല്പങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അതൊന്നും ഇതിൻ്റെ ഒരു ഗുരുത്വത്തെ കുറക്കുന്നില്ല. അസൽ കുർബാന ആ ഒരു ഓഫൺ മെമ്മറിയെ നമ്മൾ പറയുന്ന അനാഥമായ എന്ന് കരുതുന്ന ഒരു ഓർമ്മയാണ് വലിയ അളവിൽ സൗഖ്യപ്പെടുത്താനായിട്ട് വരുന്നത്. വിശേഷിച്ചും ലോകത്തെ ഏറ്റവും വലിയൊരു ഹീലിംഗ് എന്ന് പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ ഹീലിംഗ്. വേറെ എന്തുകൊണ്ടാണ് ലോകത്തെ ഭംഗിയാക്കാമെന്ന് നിങ്ങൾ കരുതുന്നത്? മുതുകാടെന്ന് പറഞ്ഞൊരു കേരളം വളരെ സ്നേഹിക്കുന്ന ഒരു മജീഷ്യൻ ഉണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു 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 ട്രാൻസ്ഫോർമേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യം കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ മാജിക് എന്നുള്ളൊരു കലയെന്ന് പറയുന്നത് വളരെ ഒരു അഗ്രസീവ് സെൽഫ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനെ നടക്കത്തുള്ളൂ. കാരണം നമ്മളതിനകത്ത് വളരെ പെട്ടെന്ന് ഒരു ഹൈ പെഡസ്റ്റലിൽ നിന്ന് പറഞ്ഞ് ഒക്കെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആർട്ടായി പറയുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരു 5-10 വർഷം മുമ്പ് പരിചയമുള്ള ഒരാളല്ല ഇപ്പോൾ നമ്മൾ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്ന ആ ഒരു മജീഷ്യനായ മുതുകാടെന്ന് പറയുന്നത്. അതിന് കാരണമെന്ന് വെച്ചെന്നാൽ ലൈഫിൽ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയൊരു സ്നേഹത്തിൻ്റെ വളരെ വിസിബിളായൊരു തലത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. ഇങ്ങനെ എൻഡോസൾഫനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായ ആ കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ച് തുടങ്ങിയാണ് അത്തരം ഒരു പർട്ടിക്കുലർ ഈവൻറ്റിൽ നിന്നാണ് അതുപോലെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചലഞ്ചിലാവുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറേ കൂടി സമയവും കുറേ കൂടി ശ്രദ്ധയും ജീവിതമൊക്കെ മാറ്റിവെക്കണം അദ്ദേഹത്തിന് തോന്നിയത്. അദ്ദേഹം അത്തരമൊരു 200 കുട്ടികളെ ഇങ്ങനെ ആ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റിൽ അവരുടെ അച്ഛനായിട്ട് തന്നെ എല്ലാ രീതിയിലും അർത്ഥത്തിൽ ആ വാക്കിന് ഉതകുന്ന വിധത്തിൽ ജീവിച്ചു വരികയാണ്. അവിടേക്ക് പ്രവേശിക്കുമ്പോഴേക്കും എഴുതി വച്ചിരിക്കുന്നൊരു ബോർഡ് ഇതാണ്: സ്നേഹത്തേക്കാൾ വലിയ മാജിക് വേറെയില്ല. അത് അതിൻ്റെ പോസിറ്റീവ് അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് സ്നേഹം പോലെ ഈ അത്ഭുതം സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ കണക്ക് അത്ഭുതം ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? യഹൂദി അമിച്ചായി പറയുന്നൊരു കവിത കണക്കാണ്. തൻ്റെ അച്ഛനെക്കുറിച്ച് അയാൾ പറയുന്നത് ഇങ്ങനെ മജീഷ്യൻസ് ഇങ്ങനെ തൊപ്പിക്കകത്തുനിന്ന് മുയലുകളും ഈ ഹർമ്മ്യങ്ങളുമൊക്കെ എടുക്കുന്ന കണക്ക് ഇങ്ങനെ തൻ്റെ ചെറിയ ദേഹത്ത് നിന്ന് ഈ മനുഷ്യൻ സ്നേഹത്തിൻ്റെ ഈ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന പറയുക. അപ്പോൾ ലോകത്തെ സൗഖ്യപ്പെടുത്താനായിട്ട് വിശേഷിച്ചും ഇങ്ങനെ ആരുമില്ല എന്നൊരു തോന്നലാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതിന് കുർബാനയോളം വലിയൊരു ശമനമോ പരിഹാരമോ ഇല്ല. വെറുതെ ഒരു ആളൊഴിഞ്ഞ ദേവാലയത്തിൽ കണ്ണുപൂട്ടി സക്രാലിലോട്ട് നോക്കിയിരിക്കുമ്പോൾ മനുഷ്യനുഭവിക്കുന്ന ഒരു സംരക്ഷണവും സനാഥത്വവും ഒക്കെ ഉണ്ട്. വലിയൊരു ചൈതന്യത്തിൻ്റെ ഒരു പാത്രമായിട്ട് സ്വയം മനസ്സിലാക്കുകയും അതിലേക്ക് ഇങ്ങനെ സ്നേഹം ചൊരിയുന്നതൊക്കെ ആയിട്ട് തോന്നുമ്പോൾ ഉണ്ടാകുന്ന വലിയ വ്യത്യാസമുണ്ട്. ഒരു ഓഫൺ മെമ്മറി എന്ന് പറയുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഫ്രാൻസിസ് പാപ്പ പറയുന്ന ഒന്നാമത്തെ ആ മേഖലയിലാണ് വലിയ ഹീലിംഗ് നടക്കാന്ന് പറയുക. പിന്നെ ഓരോരോ നെഗറ്റീവ് മെമ്മറികൾ, വിശേഷിച്ചും ഈ നമ്മൾ മൂല്യം കൽപ്പിച്ചു കൊടുക്കാത്തൊരു അവസ്ഥ വരും ലൈഫിനകത്ത്. അതെന്തെങ്കിലുമൊക്കെ ഒരു സെറ്റ് ബാക്കിന് ശേഷമായിരിക്കാം, ഒരു തോൽവിക്ക് ശേഷമായിരിക്കാം, ഒരു വളരെ ഹെവി ആയിട്ടുള്ളൊരു ഡിപ്രഷൻ എപ്പിസോഡിന് ശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അപമാനത്തിന് ശേഷമായിരിക്കാം. ഇങ്ങനെ നമുക്കൊരു മൂല്യം കൽപ്പിച്ചു കൊടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ
അനുഭവിക്കുന്ന ഈ കുർബാന നമ്മുടെ അടുത്ത് പറയുന്നത് യു ആർ പ്രഷ്യസ്. അത് ഓർമ്മപ്പെടുത്തലാണ്. സക്രാരി എങ്ങനെയാണോ പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ ഗണിക്കുന്നത്, അത് കണക്ക് തന്നെ നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ അവൻ്റെ ആലയമായിട്ട് മാറുന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഒരു തുണ്ട് അപ്പക്കഷ്ണവും ഒരു ചെറുപാത്രം വീഞ്ഞും ഒക്കെ നമ്മളോട് പറയുന്നത്. എന്തൊരു വ്യത്യാസം ഉണ്ടാകുന്നത്. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളോട് മോട്ടിവേറ്റ് ചെയ്യുന്നൊരു വിചാരം ഇങ്ങനെയാണ്, 5 രൂപ നോട്ട് എത്ര ചുരുട്ടിക്കൂട്ടി നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലും ഏതൊരു ഓടയിലെറിഞ്ഞാലും ഡസ്റ്റ്ബിനിലിട്ടാലും അതിൻ്റെ മൂല്യത്തിനൊരു കുഴപ്പവും സംഭവിക്കുക. കാരണം അതിനകത്ത് ഒരു സിഗ്നേച്ചർ ഉണ്ടെന്നൊക്കെ പറഞ്ഞും മോട്ടിവേറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് ഇത്തരം ചിന്തകളൊന്നും നമ്മളെ സഹായിക്കുന്നില്ല. നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ട് മനസ്സിലായൊരു കാര്യം. നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഈ തൊടാവുന്ന വിധത്തിൽ ടാഞ്ചബിൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചില സ്നേഹാനുഭൂതികൾ ആവശ്യമുണ്ട്. ദൈവത്തെ രുചിക്കുക എന്ന് പറഞ്ഞൊരു വലിയൊരു സങ്കല്പമാണ്, മെഡിറ്റേഷനാണ് ഈ കുർബാനയിലൂടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുക. ടേസ്റ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഒരു തൊടാവുന്ന, സ്പർശിക്കാവുന്ന, രുചിക്കാവുന്ന അനുഭൂതിയൊക്കെ ആയിട്ട് ഈ സ്നേഹം മാറുന്നുള്ളതാണ് മറ്റൊന്ന്. പിന്നെ ഈ ക്ലോസ്ഡ് മെമ്മറീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അടഞ്ഞുപോയ ഓർമ്മകളുണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സെറ്റിൽ ഡൗൺ ആയെന്ന് കരുതുന്നു മാത്രമേ ഉള്ളൂ. പലരും പറയാറുണ്ട്, ഞാനും ഇങ്ങനെ ഒരു കാലത്ത് നന്നായിട്ട് പറഞ്ഞിരുന്നു, ഈ കാലം വലിയൊരു ഭിഷഗ്വരനാണ്. കാലം ഇങ്ങനെ എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കും, എല്ലാ മുറിവുകളെയും ഉണക്കും തോന്നലാണ്. ഇപ്പോൾ നന്നായിട്ടറിയാം കാലത്തിന് അങ്ങനെ ഒരു ഹീലിംഗ് കപ്പാസിറ്റി ഒന്നുമില്ല. കാലം ആകപ്പാട് ചെയ്യുന്നത് നിങ്ങളുടെ ഉപരിതലത്തിലുണ്ടായിരുന്ന ഇത്തരം ചില ഓർമ്മകളെ സബ് കോൺഷ്യസ് ലെവലിലേക്ക് ഒന്ന് താത്തിയിടുക എന്നുള്ളത് മാത്രമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഒരു ട്രിഗർ പോയിന്റിൽ ഇത്തരം ഓർമ്മകളെല്ലാം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബോധത്തിലേക്ക് തിരികെ വരും. അപ്പോൾ കാലത്തിന് സമയം കൊടുക്കുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് വലിയ കഥയൊന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മൾ ഈ മെമ്മറീസിനെ ക്ലോസ് ഡൗൺ ചെയ്യുക, അവനവൻ്റെ ഓർമ്മകളെ അഭിമുഖീകരിക്കാനും ആ ഓർമ്മകൾക്കൊരു സ്നാനം ആവശ്യമുണ്ടെന്നുമൊക്കെയാണ് ഈ കുർബാന നമ്മൾ പറയാൻ ശ്രമിക്കുന്ന മറ്റൊരു പാഠം. ചുരുക്കത്തിൽ ആ ഓർമ്മകളുടെ വലിയൊരു വിമലീകരണം, സൗഖ്യം ഈ കുർബാനയിലൂടെ സംഭവിക്കുന്നുണ്ട്. വെറുതെ മെഡിറ്റേഷനാണ് ഈ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കൾച്ചർ. എത്രയോ മണിക്കൂറുകൾ മനുഷ്യരിങ്ങനെ ആളഴിഞ്ഞ ദേവാലയത്തിലൊക്കെ ഇങ്ങനെ കണ്ണുപൂട്ടിയിരിക്കുന്നത് ഈ കുർബാനയുടെ മുമ്പിലാണ്. എന്തോ ഒരു പ്രചോദനം സ്വീകരിക്കാതെ, എന്തോ ഒരു മുന്നോട്ട് പോകാനുള്ള പ്രേരണ ലഭിക്കാതെയൊക്കെ മനുഷ്യർക്ക് ഇങ്ങനെ കണ്ണുപൂട്ടിയും കൈകൂപ്പിയും ഒക്കെ ഇരിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരു ഡെമല്ലോ പറയുന്ന ഒരു കഥ കണക്ക് കുറേ നേരമായിട്ടൊരാൾ പള്ളിക്കകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ അയാളുടെ അല്ലെങ്കിൽ ആ ഒരു പള്ളിയിലെ പുരോഹിതന് ഇയാളോടൊരു അനുഭവമൊക്കെ തോന്നിയത് കൊണ്ട് അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹായം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ഇതിനേക്കാൾ കുലീനമായ ഭംഗിയുള്ള എന്തുത്തരമാണ് നിങ്ങൾ ഒരാളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? എൻ്റെ സഹായം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. കോടിക്കണക്കിന് മനുഷ്യർ ഏതൊക്കെയോ രീതിയിൽ ഊർജം സ്വീകരിക്കുന്ന ആ വലിയ സ്രോതസ്സിൻ്റെ ഇടമാണ് ഈ കുർബാന എന്ന് പറയുന്നത്. മെമ്മറികളാണ് വളരെ പ്രധാനം. ഈ മെമ്മറികളിൽ നിന്ന് അകന്നു പോവുക എന്നുള്ളതാണ് മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുഃഖം, ഏറ്റവും വലിയ ദുരന്തം. ഭക്ഷണമെന്ന് പറയുന്നതാണ് ഒരുപക്ഷെ ആവർത്തിക്കപ്പെടാവുന്നൊരു മെമ്മറി. വല്ലാത്തൊരു പ്രതിഷ്ഠാപനമാണ് ഈ കുർബാന എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റലേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമായിട്ട് വളരെ ബന്ധപ്പെടുത്താവുന്നൊരു കാര്യമാണ് ഇത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടും തടസ്സവും ഒക്കെ ഉള്ളത് കൊണ്ടൊരു കാര്യം ഇങ്ങനെ പ്രതിഷ്ഠാപനം നടത്തിയ കുർബാന അങ്ങനെ ഒരു അർത്ഥത്തിൽ പോലും ഒരു കൾച്ചറലായിട്ട് സംഭവിച്ച വലിയൊരു വ്യതിയാനമാണ്. എപ്പോഴൊക്കെ നിങ്ങൾ ഭക്ഷിക്കുന്നു അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ഓർമ്മിക്കുമെന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലുമൊക്കെ ഭക്ഷിച്ചെന്നിരിക്കും. അതിൻ്റെ അർത്ഥം ഓരോ 6 മണിക്കൂറിനും ഇടയിലും ഈ അന്നത്തിലും ഈ ഒരു പാത്രം വീഞ്ഞിലുമൊക്കെ നിങ്ങൾ എൻ്റെ ഓർമ്മ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ 6 മണിക്കൂർ വരുന്ന ഇടവേളകളിൽ ഓർമ്മകൾ സജീവമായിട്ട് നിലനിർത്താൻ പറ്റുന്ന ഒരാൾക്ക്
എന്തെങ്കിലും ഒരു കൈപ്പിഴ സാധ്യമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കടന്നു പോയിട്ടുള്ള എല്ലാ വ്യതിചലനങ്ങൾക്കും എല്ലാ പാളിച്ചകൾക്കും ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ്റെ ഓർമ്മയിൽ നിന്ന് അകന്നുപോയി. ഈ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ രാവിനെക്കുറിച്ച് സുവിശേഷകർ എത്ര ചിത്രം കണക്കാണ് വരച്ചിട്ടിരിക്കുന്നത്. പത്രോസ് ദൂരത്ത് നിന്ന് അവനെ അനുഗമിച്ചെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ കാണാവുന്ന ദൂരത്തിലുണ്ട്, പക്ഷെ തൊടാവുന്ന ദൂരത്തിലല്ല. ഓർമ്മകൾക്കും അങ്ങനെ പ്രശ്നമുണ്ട്. എല്ലാവർക്കും നല്ല നല്ല ഓർമ്മകളുണ്ട്. പക്ഷെ എന്നിട്ടും ആ ദൂരത്തു നിന്നാണ് അനുഗമിക്കുന്നത്. ഒരു പ്രണയത്തിലോ ദാമ്പത്യത്തിലോ ഒക്കെ അവിശ്വസ്തത സംഭവിക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാതലായ പ്രശ്നം? ഈ ഓർമ്മകളിൽ നിന്ന് നമ്മൾ അകന്നുപോയി. മാതാപിതാക്കന്മാരുടെ കാര്യത്തിലൊക്കെ സംഭവിക്കുന്ന ചില പാളിച്ചകളൊക്കെ എന്താണ്, നമ്മൾ അവർ നൽകിയൊരു ബാല്യ കൗമാര ദിനങ്ങളുടെ ഓർമ്മയിൽ നമ്മൾ അകന്നുപോയി. അപ്പോൾ പരമാവധി ഓർമ്മകളോടൊപ്പം ആയിരിക്കുക എന്നുള്ള പ്രധാനം. ഓർമ്മ ആ ഒരു ഹുഗ്ലിയുടെ തീരത്ത് നിൽക്കുമ്പോൾ കടത്തുകാരൻ പറഞ്ഞ കണക്കാണ്. അതിനകത്തൊരു കവിതയുണ്ട്. അതൊരു വളരെ യഥാർത്ഥമായൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അല്ലെങ്ങനെയാണ് പറഞ്ഞത്, ഈ പുഴയുടെ ഒരു വശത്ത് നിന്ന് നിങ്ങൾ കൈക്കുമ്പോൾ വെള്ളമെടുക്കുമ്പോൾ അതിന് മധുരമാണ്, മറ്റൊരു കടവിൽ നിന്ന് എടുക്കുമ്പോഴേക്കും അതിന് കയ്പാണ്. നമുക്ക് ഈ കൈക്കുന്ന ഓർമ്മകളുമായിട്ട് മുമ്പോട്ട് പോകേണ്ട ബാധ്യതയില്ല. ഓർമ്മകൾക്ക് ഒരു വിമലീകരണം ആവശ്യമാണെന്നൊക്കെയാണ് കുർബാന നമ്മളോട് സ്നേഹപൂർവ്വം മന്ത്രിക്കുന്നത്. മടങ്ങിപ്പോകുന്നതിൻ്റെ തലേ രാവിലെ ഞാൻ അപ്പവും വീഞ്ഞും എടുത്തിട്ട് വാഴ്ത്തി പറഞ്ഞു, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക. ഒരുമിച്ച് ഭക്ഷിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ കണ്ണൊന്നടച്ച് കഴിയുമ്പോൾ ആ ഓർമ്മയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമെങ്കിൽ, ആ സ്നാനഘട്ടത്തിലേക്ക് മുങ്ങി നിവരാൻ കഴിയുമെങ്കിൽ ജീവിതം എത്രമേൽ ഭംഗിയുള്ളതായനെ, എത്രമേൽ കുലീനമായനെ. ആമേൻ. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.